ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 352. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7, അനുവാകം 7, സൂക്തം 81. ഇതിലെ ദേവതകൾ സൂര്യൻ, സാവിത്രി, ചന്ദ്രൻ, ഇങ്ങനെ പല ദേവതകളെ വെച്ചാണ് പറയുന്നത്. അപ്പം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ജ്യോതിഷം, ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്കും അർത്ഥത്തിലേക്കും വരാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7, അനുവാകം 7, സൂക്തം 81. ഋഷി അഥർവൻ, ദേവത സൂര്യൻ, ചന്ദ്രൻ, സാവിത്രി. ഛന്ദസ് തൃഷ്ടുപ്പ് പങ്ക്തി. പൂർവാപരം ചരതോ മായയൗതൗ ശിശൂ ക്രീഡന്തൗ പരി യാതോർണവം വിശ്വാന്യോ ഭുവനോ വിചഷ്ട ഋതും രന്യോ വിദധ ജായസേത് നവോ നവ ഭവസി ജായമാമോനാം കേതുരുഷ സാമേഷ്യഗ്രം ഭാഗം ദേവേഭ്യോ വിദധാസ്യായൻ പ്രശ്ചന്ദ്രമസ്തിരസേ ദീർഘമായു സോമസ്യംശോ യുധാം പതേനൂനോ നാമ വാ അസി അനൂന ദർശമാകൃതി പ്രജയാ ച ധനേന ച ദർശോസി സമഗ്രോസി ദർശതോസി സമഗ്ര സമന്തോ ഭൂയാസം ഗോഭിരശ്യൈ പ്രജയാ പശുഭിർഗൃഹ്യൈർധനേന യോസ്മാൻ ദ്വേഷ്ടി യം വയം ദ്യഷ്ടസ്തസ്യ ത്വം പ്രാണേനാപ്യായസ്വ ആ വയം പ്യാസിഷീമഹി ഗോഭിരശ്ചൈ പ്രജയാ പശുഭിർഗൃഹൈർധനേന യം ദേവാ അശുമാപ്യായയന്തി യമക്ഷിതമക്ഷിത ഭക്ഷയന്തി തനാസ്മാനിന്ദ്രോ വരുണോ ബൃഹസ്പതിരാപ്യായയന്തു ഭുവനസ്യ ഗോപ. ഭാവാർത്ഥം: ലോകത്തിലെ സകല ജീവികൾക്കും ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ അന്തരീക്ഷത്തിൽ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ദർശനം നൽകുന്നു. ചന്ദ്രൻ ഋതുക്കളുടെ രൂപമായ പക്ഷങ്ങളെ സൃഷ്ടിച്ചിട്ട് എല്ലാ ദിവസവും ഉദയം ചെയ്യുന്നു. ഓരോ കലകളായിട്ടാണ് ചന്ദ്രൻ ദിവസവും കാണപ്പെടുന്നത്. രാത്രിയുടെ നാഥനും എല്ലാ തിഥികളും അധീനമായ ചന്ദ്രൻ അഗ്രായനനുമാകുന്നു. വെളുത്ത വാവുകളിലെ പടിഞ്ഞാറ് ദിക്കിലും കറുത്ത വാവു ദിവസം കിഴക്ക് ദിക്കിലും ഒളിഞ്ഞിരിക്കുന്നു. ദേവതകൾക്കായിട്ട് ഹവിസ് വിഭജിക്കുന്നവനും ദീർഘായുസ് നൽകുകയും ചെയ്യുന്നു. ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധൻ വീരന്മാരെ സംരക്ഷിച്ച് ദർശനയോഗ്യനുമാണ്. ഹവിസിനാൽ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് എന്നെ നീ പുത്രന്മാരാലും ധനത്താലും ഒക്കെ സമ്പന്നമാക്കണേ. കണ്ണിന് ആനന്ദം തരുന്ന സോമൻ തൃത്രിയാദികളാൽ സ്ഫുട ദർശനം നേടി പൂർണിമയെ പ്രാപിച്ച് പൂർണ്ണതയുള്ളവനാകുന്നു. എന്നെ ഗോക്കൾ തുടങ്ങിയവയാൽ പൂർണ്ണനാക്കണേ. ആരാണോ ഞങ്ങളെ വെറുക്കുന്നത്, ഞങ്ങളാൽ വെറുക്കപ്പെടുകയോ ചെയ്യുന്നത്, അവരെ ഹിംസിക്കുകയും ഞങ്ങളെ പ്രജകൾ, കുതിരകൾ, ഗോക്കൾ ഇവയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യണേ. പിതൃക്കളും ദേവതകളും പരിപാലിക്കുന്നത് ഏതൊരു സോമനെയാണോ ആ സോമനോടൊപ്പം ഇന്ദ്രനും വരുണനും ബൃഹസ്പതിയും വിശ്വദേവതകളും നമ്മളെ സമ്പന്നരാക്കണേ. ഇതില് സൂര്യചന്ദ്രന്മാർ ആകാശത്തിലോട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ. അപ്പം സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്, ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഭൂമിക്ക് ചുറ്റുവലമാണ്. സൂര്യൻ എവിടെയാണ് സഞ്ചരിക്കുന്നത്? നമ്മളിത് കാണുന്ന സഞ്ചാരമല്ല,
മേടം ഇടം ഈ സഞ്ചാരമല്ല സൂര്യൻ സഞ്ചരിക്കുന്നത്. സൂര്യൻ വേറൊരു നക്ഷത്രത്തിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അത് ഉൾക്കൊള്ളുന്ന മരുത്തുക്കളോടുകൂടി വേറൊന്നിൻ്റെ കൂടിയും സഞ്ചരിക്കുന്നുണ്ട്. 49 മരുത്തുക്കളുണ്ട്. ആ പ്രപഞ്ചഘടനയെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിൽ സൂര്യൻ എന്താ ചെയ്യുന്നത്? സകല ജീവികൾക്കും ദർശനം നൽകുന്നു. നമുക്കെല്ലാം ദർശനം നൽകിക്കൊണ്ടാണ്, ദർശനം നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാണാനുള്ള കഴിവ് സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. ആ വെളിച്ചം കൊണ്ടാണ്. നമുക്ക് ദർശന ശക്തി നൽകുന്നതും സൂര്യനാണ്. നമ്മുടെ കാഴ്ചയുടെ അധിപൻ സൂര്യനാണ്. ചന്ദ്രൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഋതുക്കളുടെ രൂപമായ പക്ഷങ്ങളെ സൃഷ്ടിച്ച് ദിവസവും ഉദയം ചെയ്യുന്നു. ഋതുക്കളുടെ രൂപമാണ്. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ വസന്തം, ഗ്രീഷ്മം, ഇത്തരത്തിലുള്ള ഋതുക്കൾ. അതുണ്ടാകുന്നതിന് കാരണം സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ്. എന്നാൽ ചന്ദ്രൻ അതല്ല. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ്. അതും ഋതുക്കളുടെ രൂപത്തിൽ തന്നെയാണ്. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ ഋതുക്കൾ ഉണ്ടാകുന്നത് നേരെ വട്ടത്തിലല്ല കറങ്ങുന്നത്, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്ന് അടുക്കുകയും അകലുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രനും ഭൂമിക്ക് ചുറ്റും വട്ടത്തിലല്ല കറങ്ങുന്നത്, ഋതുക്കൾ ഉണ്ടാകുന്നത് പോലെ അകന്നും അകലുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പക്ഷങ്ങളെ സൃഷ്ടിക്കുന്നത്. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഉണ്ടാക്കിക്കൊണ്ടാണ് ഉദയം ചെയ്യുന്നത്. അതായത് കുറച്ചു കാലം സൂര്യൻ ഇങ്ങനെ വലുതായി വലുതായി വരും, പിന്നെ ചെറുതായി വരും. കറുത്ത വാവും വെളുത്ത വാവും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ്. എന്നിട്ട് ചന്ദ്രൻ്റെ ആ വളർച്ചയെ പറ്റി പറയുകയാണ്. നീ ഓരോ ദിവസവും കലകളായി വളർന്ന് കാണപ്പെടുന്നു. ഓരോ ദിവസവും കലകളായിട്ട് ചന്ദ്രൻ്റെ കല, ബാക്കിയെല്ലാം മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് വലുതായി വരിക, കലകളായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ചന്ദ്രൻ. അതാണ് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നെല്ലാം പറയുന്നത്. ശുക്ലപക്ഷ, പ്രഥമ, ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. എല്ലാ തിഥികൾക്കും അധീനനായ നീ രാത്രിയുടെ നാഥനും ആകുന്നു. നീ അഗ്രഗണ്യനാണ്, നീ രാത്രിയുടെ നാഥനാണ്. രാത്രി ചന്ദ്രനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പകല് സൂര്യനാണ് നമ്മളുള്ള പ്രഭാവമെങ്കിൽ ചന്ദ്രന് രാത്രിയാണ് പ്രഭാവമുള്ളത്. നമ്മൾ ഏറ്റവും അധികം രാത്രി നമ്മളെ നോക്കി നടക്കുന്നത് ചന്ദ്രനാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ബലം അനുസരിച്ചാണ് രാത്രി കാലങ്ങളിൽ ആസ്തമയെല്ലാം ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടെല്ലാം ഉണ്ടാകുന്നവർക്ക് രാത്രി കാലങ്ങളിലാണ് കൂടുന്നത്. ചന്ദ്രൻ്റെ ബലം അനുസരിച്ച് ആ ഋതുക്കളുടെ, തിഥികളുടെ, ഋതുക്കളുടെ എന്നെല്ലാം പറയുന്ന അനുസരിച്ച് ചന്ദ്രൻ്റെ ബലം കൂടുന്നതനുസരിച്ച് നമുക്ക് രാത്രി കാലങ്ങളിലാണ് രോഗം കൂടിയും കുറയല്ലേ ഇരിക്കുന്നത്. അപ്പം കാരണം രാത്രി ചന്ദ്രൻ്റെ അധീനതയിലാണ്, പകല് സൂര്യൻ്റെയാണ്. രാത്രിയാണ് രോഗങ്ങൾ കൂടുക, കാരണം സൂര്യൻ പ്രബലമാണ്. നേരെ മറിച്ച് രാത്രി ചന്ദ്രൻ അതിൻ്റെ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ബലം കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ശക്തിയും കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് രോഗങ്ങളും കൂടിയെല്ലാം വരുന്നുണ്ട് ചില സമയങ്ങളിൽ. ദിനങ്ങളുടെ സൃഷ്ടികർത്താവായ ചന്ദ്രനാണ് ദിനങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ചന്ദ്രനെ വെച്ചാണ്. അങ്ങനെ 30 ദിവസം, 31 സൂര്യനെയും വെച്ചും എല്ലാം കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ ചന്ദ്രനാണ്. പ്രഥമ, ദ്വിതീയ, അതിൻ്റെ വലുപ്പത്തിൽ, ശക്തിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഓരോ ദിവസത്തിനും അത് വെളുത്ത വാവുകളിൽ പടിഞ്ഞാറ് ദിക്കിൽ കാണപ്പെടുന്നു. വെളുത്ത വാവിൻ്റെ ദിവസം, അതായത് പൂർണ്ണ ചന്ദ്രനായിരിക്കുമ്പം തന്നെ പടിഞ്ഞാറ് ദിക്കിൽ കാണും.
കറുത്ത ദിവസം രാത്രിയുടെ അന്ത്യം വരെ നീ കിഴക്ക് ദിക്കിൽ ഒളിഞ്ഞിരിക്കുന്നു. കറുത്ത വാവിന് അത് കിഴക്ക് ദിക്കിലാണുള്ളത്, പക്ഷേ അതിനെ കാണാൻ പറ്റില്ല, ഒളിഞ്ഞിരിക്കും. കറുത്ത വാവിൽ എവിടെയാണ് ഒളിയുന്നത്? സൂര്യനിലും മറഞ്ഞു പോവുകയാണ്. അതാണ് ഒളിഞ്ഞിരിക്കുക. സൂര്യന്റെ വെളിച്ചത്തില്, സൂര്യന്റെ പ്രഭയില് മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്രന്റെ വെളിച്ചം കാണാൻ പറ്റില്ല. ഈ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ചന്ദ്രന്റെ ആ ഒരു കഴിവ് പറയാണ്, ദേവതകൾക്കായി ഹവിസ് വിഭജിച്ചു നൽകുകയും ദീർഘായുസ് നൽകുന്നവനുമാണ്. ചന്ദ്രനാണ് നമ്മുടെ ദീർഘായുസിന്റെ, കാരണം മരണമെല്ലാം നടക്കുന്നത് അധികവും രാത്രിയല്ല. രോഗം പിടിച്ചാലെല്ലാം രാത്രി മൂർധന്യത്തിലെത്തുമ്പോഴാണ് ചിലപ്പോൾ മരിക്കുക. അപ്പൊ ചന്ദ്രന്റെ ബലമനുസരിച്ചാണ് നമ്മൾ ആയുസ് പോലും നിൽക്കുന്നത് എന്ന് പറയാണ്. ചന്ദ്രന് നല്ല ബലമുണ്ടെങ്കിൽ ദീർഘായുസ് കിട്ടണം. അത് മാത്രമല്ല ആയുസ് തീരുമാനിക്കുന്നത്. ചന്ദ്രന്റെ പുത്രരൂപത്തിലുള്ളതാണ് ബുധൻ. ചന്ദ്രന്റെ പുത്രനായിട്ട് കഥകളിൽ ബുധനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ പുത്രരൂപമായ ബുധൻ. യഥാർത്ഥത്തിൽ പുത്രനൊന്നുമല്ല, പക്ഷേ ബുധനെ ചന്ദ്രന്റെ പുത്രരൂപത്തിലാണ് കണക്കാക്കിയിരിക്കുന്നത്. വീരന്മാരെ സംരക്ഷിക്കുന്നു. അപ്പോൾ വീരന്മാരെല്ലാം ബുധന്റെ ബലത്തിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ വീര്യം, ശൗര്യമെല്ലാം ബുധന് മാത്സുമായിട്ടെല്ലാം വലിയ ബന്ധമുണ്ട്. ബുധൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ ഗണിതത്തിലെല്ലാം നല്ല പണ്ഡിതന്മാരായിരിക്കും. കച്ചവട മാർക്കറ്റിങ്ങിൽ എല്ലാം വളരെ പ്രാവീണ്യം നേടിയവരായിരിക്കും. അപ്പം വീരന്മാരെ സംരക്ഷിക്കുന്ന നീ ദർശനയോഗ്യനാണ്. നിന്നെയും ദർശിക്കാനെല്ലാം പറ്റും. കാരണം ദർശിക്കാൻ അവർ ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. ദർശനയോഗ്യനാണ്. ഹവിസ്സിനാൽ പ്രീതിപ്പെടുത്തിയാൽ, ഞാൻ നിന്നെ പ്രീതിപ്പെടുത്തിയാൽ, അതായത് ബുധനെ ആശ്രയിച്ചിരിക്കുകയാണ്, നീ പുത്രന്മാരെയും ധനത്താലും സമ്പന്നമാക്കും. അപ്പോൾ ബുധനെ നമ്മൾ സംതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ പുത്രന്മാരും ധനമെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ബുധനെ നമ്മുടെ ബുദ്ധിശക്തിയായിട്ട്, ചിന്താശക്തി, മാത്സ് ഉണ്ടെങ്കിൽ ബുദ്ധിശക്തി വേണമല്ലോ, അതുമായിട്ടെല്ലാം ബന്ധമുണ്ട്. അത്തരം വ്യക്തികൾ സമ്പന്നന്മാരാകും, നല്ല പണമെല്ലാം കിട്ടും. പിന്നെ ചന്ദ്രനോട് പറയുകയാണ്, കണ്ണിൽ ആനന്ദം നൽകുന്ന നീ, നിന്നെ കാണാൻ നല്ല സന്തോഷം തന്നെയാണ്. ചന്ദ്രന്റെ നിലാവുള്ള രാത്രി അവിടെ പോയി ഇരിക്കാനെല്ലാം നല്ല സുഖമാണ്. നീ തൃതീയാദികളിൽ, പ്രഥമ ദ്വിതീയ തൃതീയ ഇതിലൂടെ സ്ഫുടദർശനം നേടി പൗർണമിയെ പ്രാപിച്ചിട്ട്, അതായത് ചന്ദ്രൻ ഓരോ ദിവസവും പ്രഥമ ദ്വിതീയ തൃതീയ വലിപ്പം കൂടുന്നതനുസരിച്ച് ഓരോ പേര് കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസത്തേക്ക്. പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി. അങ്ങനെ പൗർണമിയെ പ്രാപിച്ചിട്ട് പൂർണ്ണതയുള്ളവനാകുന്നു. അപ്പം അത് പൂർണ്ണ ബലം നേടുന്ന എപ്പോഴാണ്? പൗർണമിയിലാണ്. പൂർണ്ണ ചന്ദ്രന്റെ ദിവസമാണ് ചന്ദ്രൻ നല്ല ഫലമുള്ളത്. ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ അഥർവവേദം എന്ന് പറഞ്ഞാൽ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതിലെന്തല്ലോ ഭയങ്കരം ഭീകരതയാണുള്ളത്. എല്ലാം ജ്യോതിഷവും എല്ലാം അഥർവവേദത്തിലുള്ളത്, എല്ലാം സയൻസാണുള്ളത്, അല്ലാതെ വേറെ ഒരു ചുക്കും ഇതിൻ്റെ അകത്ത് ഇല്ല. അത് നീ പൂർണ്ണവാനാകുന്നത് പോലെ തന്നെ എന്നെയും പശുക്കളെയും എല്ലാം പൂർണ്ണവാനാക്കണേ എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ ആയുസ്സും നമ്മളെ ബുദ്ധിയെല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ടെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവ ചന്ദ്രനോട് പറയുകയാണ്, നീ നമുക്ക് ധനമെല്ലാം നൽകണം, ഗോക്കൾ മുതലാവയെ പൂർണ്ണനാക്കണേ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ നമ്മളെ കഴിവെല്ലാം പ്രകടമാക്കുന്ന തരത്തിൽ, പശുക്കളാണെങ്കിൽ നല്ല പാല് തരുന്ന തരത്തിലാക്കുന്നതെല്ലാം ഈ ചന്ദ്രനാണ്. ആ ചന്ദ്രനോട് പറയുകയാണ്, നമ്മളെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നമ്മളാരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അവനെ നീ നശിപ്പിക്കുക. അതായത് നമ്മളെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതും ചന്ദ്രനാണ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത് ഗ്രഹങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ബുധൻ ഇതെല്ലാം തന്നെയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ചന്ദ്രൻ നല്ല നിലയിലാണെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ചന്ദ്രൻ മോശമാകുമ്പോഴാണ് ശത്രുക്കളെല്ലാം കയറി വരുന്നത്. അവനെ ഹിംസിക്കണം. ഞങ്ങൾക്ക് ഗോക്കൾ, കുതിരകൾ, പ്രജകൾ, സമ്പത്ത് എന്നിവയെ പുഷ്ടിപ്പെടുത്തണം. ചന്ദ്രനോട് പറയുകയാണ് നമുക്ക് ധനം നൽകണം, കുതിരകളെ, ഗോക്കളെ. അന്നത്തെ കാലത്ത് ധനം എന്ന് പറയുന്നത് ഗോക്കളും കുതിരകളും എല്ലാ അർത്ഥത്തിൽ എടുത്താൽ മതി. പ്രജകള്, സമ്പത്ത് ഇതെല്ലാം പുഷ്ടിപ്പെടുത്തണം. ഏകകുലജാതനായ ഈ ചന്ദ്രനെയാണോ ദേവതകൾ പരിപാലിക്കുന്നത്? അനശ്വരനായ ഏതൊരു സോമനെയാണോ? അവൻ അനശ്വരനാണ്. കാരണം ലോകമുള്ള കാലത്തോളം ചന്ദ്രനും ഉണ്ടാകും. പിന്നെയോ ഏകകുലജാതൻ, ഒരൊറ്റ കുലത്തിൽ ജനിച്ച ഒറ്റ ഒരുത്തനാണ്. ചന്ദ്രൻ ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒന്നേ ഉള്ളൂ. ഭൂമിക്ക് ചുറ്റും ചുറ്റുന്ന ചന്ദ്രൻ. പിന്നെ കുറെ സാറ്റലൈറ്റ് എല്ലാം നമ്മൾ വിട്ടിട്ട് അത് വേറെ കാര്യം. അവരെയാണ് പിതൃക്കൾ സേവിക്കുന്നത്. ഈ ചന്ദ്രനെയാണ് ഏകകുലജാതനായ ചന്ദ്രൻ ദേവതകളെല്ലാം പരിപാലിക്കും. ദേവതകളെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിതൃക്കൾ സേവിക്കുന്നതും ഇവനെയാണ്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് പിതൃക്കൾ. ശരീരമുള്ളപ്പോൾ മനുഷ്യൻ, ശരീരം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവ് പിന്നെയുണ്ട്. അപ്പോഴുള്ള ഞാൻ എന്നതിനെയാണ് പിതൃക്കൾ എന്ന് പറയുന്നത്. അവർ സേവിക്കുന്ന എന്തിനാണ്? ഈ ചന്ദ്രൻ തന്നെയാണ് ആയുസ് എടുത്ത് കൊണ്ടുപോകുന്നതല്ല. അപ്പം ചന്ദ്രൻ്റെ കസ്റ്റഡി തന്നെയാണ്. ഈ തരത്തിലുള്ള സോമനോടൊപ്പം ഇന്ദ്രനും വരുണനും ബൃഹസ്പതിയും വിശ്വദേവതകളും നമ്മളെ സമ്പന്നരാക്കട്ടെ. ഇവർ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മളെ ജയിക്കണ്ടിക്ക് യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യേണ്ടിക്ക് ആ യജ്ഞം നടത്തുന്ന മേസ്ത്രി എവിടെയുണ്ട്? അത് ഇന്ദ്രനാണ്. വരുണനാണ് ഓർബിറ്റ്. ആ ഋതുക്കളെല്ലാം ഓർബിറ്റ്. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഗ്രഹങ്ങൾ എവിടെ ഓർബിറ്റിൽ നിൽക്കുന്നു അനുസരിച്ചാണ് ഋതുക്കൾ ഉണ്ടാകുന്നത്. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴഗ്രഹമായിട്ട് എടുക്കാം. വിശ്വദേവതകൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളെയും എടുക്കാം. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഗോളങ്ങളുണ്ടോ, മരുത്തുക്കളുണ്ടോ, ഇതിനെല്ലാം വിശ്വദേവതകളായിട്ട് എടുക്കാം. ഇവരെല്ലാം കൂടിയിട്ട് നമ്മളെ സമ്പന്നരാക്കണേ എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം കൂടിയിട്ടാണ് നമ്മളെ നിയന്ത്രിക്കുന്നതും സമ്പന്നരാക്കുന്നതും തിരിച്ചു പറഞ്ഞാൽ പിച്ചക്കാരാക്കുന്നതുമെല്ലാം ഇവയെല്ലാം കൂടിയാണ്. ഇത് ജ്യോതിഷപരമായ ആസ്ട്രോണമിപരമായ പരാമർശമാണ്. ഇതെല്ലാം തന്നെയാണ് അഥർവവേദത്തിലുള്ളത്. ഇതൊന്നും ജ്യോതിഷം മനസ്സിലാകാതെ ഇത് വായിച്ചാൽ എന്താ മനസ്സിലാവുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ജ്യോതിഷം അറിയില്ല, പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ജ്യോതിഷത്തിൽ നമുക്കറിയാം ഈ ഗ്രഹങ്ങൾ ഇന്ന് എടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്നെല്ലാം പഠിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാവും. ജ്യോതിഷം പഠിക്കാതാക്കി ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ? അതെന്തെല്ലോ ചന്ദ്രനെ സ്തുതിക്കാൻ വേണ്ടി എഴുതി കെട്ടിയിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ടങ്ങ് കളയും. അർത്ഥം മനസ്സിലാകാത്ത സയൻസ് എല്ലാം വരുന്നിടത്ത് ഇതെല്ലാം എന്തോ ഗൂഢമന്ത്രങ്ങളാണ്, പട്ടീനെ പൂച്ചയാക്കാനും പൂച്ചേനെ പട്ടിയാക്കാനെല്ലാം ഉള്ളതെന്നെല്ലാം പറഞ്ഞു വിടുക. ആ തരത്തിൽ അതിനെ കണ്ടാൽ മതി. അഥർവവേദം ടെക്നോളജിയാണ്. വേദങ്ങൾ, 3 വേദങ്ങൾ, ഋഗ്വേദ, സാമവേദങ്ങൾ സയൻസാണ്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് അഥർവവേദം.